So good morning, guys, and welcome back. So നമ്മൾ ലാസ്റ്റ് നിർത്തിയത് സിമ്പിൾ പ്രോബ്ലംസ് ഓൺ പെർമനന്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റ് ഒരു എം സി കോയിൽ ഇൻസ്ട്രുമെന്റ്സിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിലാണ് നമ്മൾ നിർത്തിയത്. സോ വിൽ കണ്ടിന്യൂ വിത്ത് അവർ ഡിസ്കഷൻ ഓൺ ദി പ്രോബ്ലംസ് ഓർ ന്യൂമറിക്കൽസ് ഓൺ പെർമനന്റ് മാഗ്നറ്റ് മൂൺ കോയിൽ മീറ്റേഴ്സ്. ഓക്കെ, സോ ദിസ് ഇസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫോർ യു. ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ട്. ഈ വീക്കിലുള്ള ഈ രണ്ട് ക്ലാസിന്റെയും നോട്ട്സ് ഗൂഗിൾ ക്ലാസ് റൂമിൽ കാണത്തില്ല. ബിക്കോസ് ദിസ് ആർ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. അത് നിങ്ങൾ എഴുതിയെടുക്കുക നോട്ടിൽ. ഓക്കെ, ഐ വിൽ ട്രൈ ടു അപ്ലോഡ് ഇറ്റ്, ബട്ട് ഐ എം നോട്ട് ഷുവർ വെദർ ഐ വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ്. എനിക്ക് ഇത് നിങ്ങളുടെ സ്വന്തമായിട്ട് എഴുതിയെടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ വരുന്ന പോയിന്റിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ഡു സോൾവ് ഇറ്റ് ഓൺ യുവർ ഓൺ, എന്നിട്ട് യു കമ്പയർ ഇറ്റ് വിത്ത് ദ സൊല്യൂഷൻ ദാറ്റ് ഐ എം ഗിവിംഗ് ഹിയർ. ഓക്കെ, അത് മാച്ചിങ് ആണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഓക്കെ, ദാറ്റ് വിൽ ബി എ ബെറ്റർ ഓപ്ഷൻ. സോ പ്രോബ്ലംസ് ഒക്കെ വരുന്ന പോർഷനിൽ ഞാൻ നോട്ട്സ് സെപ്പറേറ്റ് ആയിട്ട് തരുന്നതായിരിക്കത്തില്ല. ഓക്കെ, വാട്ട് എവർ ഐ എം ടെല്ലിംഗ് ഓൺ ദിസ് വീഡിയോ യു നോട്ട് ഇറ്റ് ഡൗൺ ഓൺ യുവർ class note or whatever the notepad you are using. Okay, so let's continue. So this is your second question. That is, a PMMC instrument has a coil dimension of 15 mm by 12 mm. The flux density in the air gap is 1.8 into 10 raised to minus 3 Tesla, and the spring constant is 0.14 into 10 raised to minus 6 Newton meter per radian. Determine the number of turns required to produce an angular deflection of 90 degree when a current of 5 milliampere is flowing through the coil. Also, find the deflection when a current of 2.5 milliampere is flowing through the coil. സോ ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് എന്താണ്? ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് അതിനകത്തുള്ള ഡേറ്റാസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ജോലി. ഓക്കെ, സോ ഇതിൽ ആദ്യം എന്ത് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു PMMC ഇൻസ്ട്രുമെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് എന്താണ്? അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കോയിലിന്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. 15/12, അതായത് ഒരു റെക്ടാങ്കുലർ കോയിലാണ് തന്നിരിക്കുന്നത്, അല്ലെ? റെക്ടാങ്കുലർ കോയിൽ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയതിൽ എന്തായിരുന്നു? ഒരു സ്ക്വയർ കോയിൽ ആയിരുന്നു തന്നിരുന്നത്. നെക്സ്റ്റ്, ദ ഫ്ലക്സ് ഡെൻസിറ്റി. ഇതിൽ ഡയറക്റ്റ് ആയിട്ട് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. 1.8 into 10 raised to minus 3 ടെസ്ല. സി ദ യൂണിറ്റ് ഹിയർ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ വെബർ പെർ മീറ്റർ സ്ക്വയർ ആയിരുന്നു യൂണിറ്റ്. ഇവിടെ അത് ടെസ്ല. സോ ബോത്ത് ആർ സെയിം. ഓക്കെ, ടെസ്ല ഇസ് ഈക്വൽ ടു വെബർ പെർ മീറ്റർ സ്ക്വയർ. ആൻഡ് ദ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഇസ് 0.14 into 10 raised to minus 6 ന്യൂട്ടൺ മീറ്റർ പെർ റേഡിയൻ. അതായത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്പ്രിങ്ങിന്റെ കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ 0.14 into 10 raised to minus 6. ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് ടേൺസ്. നമ്പർ ഓഫ് ടേൺസ് ആണ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത്. എന്തിന്? ടു പ്രൊഡ്യൂസ് ആൻ ആംഗുലാർ ഡിഫ്ലക്ഷൻ ഓഫ് 90 ഡിഗ്രി. അതായത് 90 ഡിഗ്രി ഡിഫ്ലക്ഷൻ, ആംഗുലാർ ഡിഫ്ലക്ഷൻ കിട്ടണമെങ്കിൽ എത്ര നമ്പർ ഓഫ് ടേൺസ് വേണം? ആ സമയത്ത് പോകുന്ന കറണ്ട് അവർ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 5 milliampere ഫ്ലോയിങ് ത്രൂ ദ കറണ്ട്. ഇതാണ് ഫസ്റ്റ് പാർട്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു പാർട്ടും കൂടെ, സെക്കൻഡ് പാർട്ടും കൂടെ അവർ ചോദിച്ചിട്ടുണ്ട്. 2.5 milliampere ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും എത്രയായിരിക്കും ഡിഫ്ലക്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, സോ വിൽ സോൾവ് ഇറ്റ് പാർട്ട് ബൈ പാർട്ട്. അപ്പം ഞാൻ ആദ്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞതുപോലെ തന്നെ എന്താണ്, എപ്പോഴും തന്നിക്കുന്ന ഡീറ്റെയിൽസ് എടുത്തെഴുതുക. ഓക്കെ, സോ സൊല്യൂഷൻ. സോ ഗിവൻ എന്താണ് തന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് എ PMMC ഇൻസ്ട്രുമെന്റ്. ഓക്കെ, PMMC ഇൻസ്ട്രുമെന്റ്. കോയിൽ ഡീറ്റെയിൽസ്. കോയിലിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? 15 mm by 12 mm. പിന്നെ തന്നിരിക്കുന്നത് എന്താണ്? ഫ്ലക്സ് ഡെൻസിറ്റി. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഏത് ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? B. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.8 into 10 raised to minus 3 ടെസ്ല. ഓക്കെ, സ്പ്രിംഗ് കോൺസ്റ്റന്റ്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഏത് ലെറ്റർ ഉപയോഗിച്ചാണ്? K. is equal to 0.14 into 10 raised to minus 6
ന്യൂട്ടൺ മീറ്റർ പെർ റേഡിയൻ. ഓക്കെ, എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് ടേൺസ്. നമ്പർ ഓഫ് ടേൺസ് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എൻ, അത് നമുക്ക് അറിയത്തില്ല, ക്വസ്റ്റ്യൻ. പിന്നെ ടു റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ആൻ ആംഗുലാർ ഡിഫ്ലക്ഷൻ, അതായത് തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ആംഗുലാർ ഡിഫ്ലക്ഷൻ അത് എത്രയാണ്? ഇറ്റ് ഈസ് 90 ഡിഗ്രി. യൂണിറ്റ് ശ്രദ്ധിക്കുക, 90 ഡിഗ്രി. ആൻഡ് വെൻ എ കറണ്ട് ഓഫ് 5 മില്ലി ആംപിയർ. അപ്പൊ കറണ്ട് ഐ എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 5 മില്ലി ആംപിയർ. ഇത് ഇത്രയാണ് ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്ന പാർട്ടിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്. ഓക്കെ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിലെ യൂണിറ്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ മില്ലിമീറ്റർ ആണ്, ഇവിടെ റേഡിയൻസിലാണ് തന്നിരിക്കുന്നത്, ഇവിടെ ഡിഗ്രിയിലാണ്, ഇവിടെ മില്ലി ആംപിയറിലോട്ടാണ്, മില്ലി ആംപിയറിലാണ്. ഓക്കെ, അപ്പം ഇതൊരു PMMC ഇൻസ്ട്രുമെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു PMMC ഇൻസ്ട്രുമെന്റിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്. ഓക്കെ, സോ PMMC ഇൻസ്ട്രുമെന്റിൽ നമ്പർ ഓഫ് ടേൺസ് വരുന്ന ഇക്വേഷൻ ഏതാണ്? നമ്പർ ഓഫ് ടേൺസ് വരുന്ന ഇക്വേഷൻ, സോ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ് എഴുതി നോക്കാം. ദാറ്റ് ഈസ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇസ് ഈക്വൽ ടു B into I into N into A. ഓക്കെ, ഇത് ഒരു ഇക്വേഷൻ ആണ്. വേറൊരു ഇക്വേഷൻ എന്താണ്? TC. ഇവിടെ കൺട്രോളിംഗ് ടോർക്ക് എന്ത് മെത്തേഡ് വഴിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇവിടെ ഒരു സ്പ്രിംഗ് ഇല്ലേ, അപ്പം സ്പ്രിംഗ് കൺട്രോൾ അല്ലേ. അപ്പൊ സ്പ്രിംഗ് കൺട്രോളില് കൺട്രോളിംഗ് ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്? TC ഇസ് ഈക്വൽ ടു K ഇൻറ്റു തീറ്റ. ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഒരു PMMC ഇൻസ്ട്രുമെന്റിൽ. ഇനി ഫൈനലി നമ്മൾ അറ്റ് സ്റ്റഡി സ്റ്റേറ്റ് എന്താണ്? കൺട്രോളിംഗ് ടോർക്ക് വിൽ ബി ഈസ് ഈക്വൽ ടു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ഇത് നമ്മൾ പഠിച്ചതല്ലേ. കൺട്രോളിംഗ് ടോർക്ക് ഇസ് ഈക്വൽ ടു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. അപ്പം ഈ കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത് K ഇൻറ്റു തീറ്റ, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നതോ ബിന അല്ലെ, നമ്മൾ മുകളിൽ എഴുതിയിരിക്കുന്ന അതേ ഇക്വേഷൻ. ഇവിടെ നമ്പർ ഓഫ് ടേൺസ് ഒന്ന് ഫോർമുല എന്താണ്? N ഇസ് ഈക്വൽ ടു K ഇൻറ്റു തീറ്റ. N ഒഴിച്ച് ബാക്കി എല്ലാ ടേംസും, അതായത് B ഇൻറ്റു ഐയും A എന്ന് പറയുന്ന ടേമും ഡിനോമിനേറ്ററിലോട്ട് വരുന്നു. ദാറ്റ് ഈസ് K തീറ്റ ഡിവൈഡഡ് ബൈ B ഇൻറ്റു I ഇൻറ്റു A. ഓക്കെ, ഇതാണ് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ് വെച്ച് നമ്പർ ഓഫ് ടേൺസിനെ ഇതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നു അല്ലേ. അപ്പം നമുക്കിത് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൽ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നതാണ് നമുക്ക് അൺനോൺ ക്വാണ്ടിറ്റി, അറിഞ്ഞുകൂടാത്തത് അല്ലേ. നമ്പർ ഓഫ് ടേൺസ് കണ്ടുപിടിക്കണമെങ്കിൽ ബാക്കി 1, 2, 3, 4, 5 കാര്യങ്ങൾ അറിയണം. എന്തൊക്കെയാണ്? സ്പ്രിംഗ് കോൺസ്റ്റന്റ് അറിയാമോ? നമുക്ക് അറിയാം, തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. തീറ്റ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ തന്നിട്ടുണ്ടല്ലോ, അതും തന്നിട്ടുണ്ട്. ബി ഫ്ലക്സ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. കറണ്ട് ഐ അതും തന്നിട്ടുണ്ട്. ഏരിയ തന്നിട്ടുണ്ടോ ഡയറക്റ്റ് ആയിട്ട്? ഇല്ല, പക്ഷേ കോയിലിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും വെച്ച് നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യത്തില്ലേ? പാടില്ലേ? ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഏരിയയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? സോ അപ്പൊ നമുക്ക് ആദ്യം ഇതിനകത്ത് നിന്ന് ഏരിയയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഏരിയ ഓഫ് ദി കോയിൽ, ഏരിയ ഓഫ് ദ കോയിൽ എ. ഏരിയ ഓഫ് ദ കോയിലിന് എന്ത് ഡേറ്റയാണ് തന്നിരിക്കുന്നത്? കോയിലിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 15/12 mm എന്ന് തന്നിട്ടുണ്ട് അല്ലെ, 15/12 mm. So area of the coil is equal to length into breadth, which is equal to 15 mm into 12 mm. എത്ര കിട്ടും? 180 mm square. ഓക്കെ, ഇതാണ് ഏരിയ. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് യൂണിറ്റ് ആണ്. യൂണിറ്റ്, ഇതിൽ യൂണിറ്റ് എന്ത് യൂണിറ്റ് ആണ്? mm സ്ക്വയറിലാണ് യൂണിറ്റ് തന്നിരിക്കുന്നത്. ഓക്കെ, mm സ്ക്വയറിലാണ് യൂണിറ്റ് തന്നിരിക്കുന്നത്. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു
ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ അല്ലെ? അതുപോലെ ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നതോ ഇറ്റ് ഈസ് 10 mm. അങ്ങനെയാണെങ്കിൽ ഒരു മീറ്റർ എന്ന് പറയുന്നത് എത്ര ആണ്? ഇറ്റ് ഈസ് 1000 mm അല്ലെ? അപ്പൊ ഇവിടെ നിന്ന് ഒരു എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്? ഇറ്റ് ഈസ് 10⁻³ മീറ്റർ. ഓക്കെ, 10⁻³ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു സ്ക്വയർ എന്ന് പറയുന്നത് എത്ര മീറ്റർ സ്ക്വയർ ആയിരിക്കും? ദാറ്റ് ഈസ് 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 mm into 1 mm അല്ലെ? ഒരു എന്ന് പറയുന്നത് 10⁻³ മീറ്റർ അല്ലേ? സോ 10⁻³ into 10⁻³ എത്ര കിട്ടും? 10⁻6 മീറ്റർ സ്ക്വയർ അല്ലെ? 10⁻6 മീറ്റർ സ്ക്വയർ. അപ്പം ഏരിയ എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ മീറ്റർ സ്ക്വയറിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 180 into 10⁻6 മീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്ക് ഏരിയയുടെ വാല്യൂ കിട്ടിയല്ലോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസും നമുക്കറിയാം. സോ n is equal to k into theta divided by b into I into a. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിനകത്ത്. ഓക്കെ, എപ്പോഴും k into theta റിലേഷൻ ആണ് നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള കേസ്. എന്തുകൊണ്ട് തെറ്റിക്കും എന്നുള്ളത് ഞാൻ ഇപ്പൊ പറയാം. ഇതാണ് നിങ്ങളുടെ കൺട്രോളിംഗ് ടോർക്കിന്റെ ഇക്വേഷൻ. ടി സി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു തീറ്റ. അപ്പം ടോർക്കിന്റെ യൂണിറ്റ് എന്താണ്? ടോർക്കിന്റെ യൂണിറ്റ് നമുക്കറിയാം, ഇറ്റ് ഈസ് ന്യൂട്ടൺ മീറ്റർ അല്ലെ? ടോർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ ആണ് യൂണിറ്റ് അല്ലെ? സോ കെ ഇൻറ്റു തീറ്റ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ന്യൂട്ടൺ മീറ്റർ കിട്ടണം. അതാണ് അതിന്റെ മീനിങ്. ഇപ്പം ടി സിയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണെങ്കിൽ കെ ഇൻറ്റു തീറ്റയുടെ യൂണിറ്റും ന്യൂട്ടൺ മീറ്റർ ആയിരിക്കണം. അപ്പൊ ഇവിടെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ കെയുടെ യൂണിറ്റ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? ന്യൂട്ടൺ മീറ്റർ പെർ റേഡിയൻ അല്ലേ? ആണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് ടി സി ന്യൂട്ടൺ മീറ്റർ കിട്ടണമെങ്കിൽ കെയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, തീറ്റ. ആ തീറ്റയുടെ യൂണിറ്റ് എന്തായിരിക്കണം നമുക്ക് ന്യൂട്ടൺ മീറ്റർ കിട്ടണമെങ്കിൽ? ഈ റേഡിയൻ ക്യാൻസൽ ചെയ്ത് പോണ്ടേ? അപ്പൊ തീറ്റ എന്ന് പറയുന്നത് തീറ്റ ഇൻ റേഡിയൻ ആയിരിക്കണം. അപ്പോഴത്തേക്കും ഈ റേഡിയനും ക്യാൻസൽ ചെയ്തു പോകും. ഫൈനലി നമുക്ക് ന്യൂട്ടൺ മീറ്റർ തന്നെ കിട്ടും. അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, കെയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ പെർ റേഡിയൻ ആണെങ്കിൽ തീറ്റയെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണം. സപ്പോസ് ഇതേ കെയുടെ വാല്യൂ നിങ്ങൾക്ക് ന്യൂട്ടൺ മീറ്റർ പെർ ഡിഗ്രി ആണ് തന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തീറ്റയും ഡിഗ്രിയിൽ തന്നെ ആയിരിക്കണം. അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോഴത്തേക്കും ഇവിടത്തെ കേസിൽ എന്താണ്? ഇവിടെ പക്ഷേ നമുക്ക് കെയുടെ വാല്യൂ എന്തിലാണ് തന്നിരിക്കുന്നത്? ന്യൂട്ടൺ മീറ്റർ പെർ റേഡിയനിലും തീറ്റയുടെ വാല്യൂ എന്തിലാണ് തന്നിരിക്കുന്നത്? ഡിഗ്രിയിലുമാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് തീറ്റയെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് അപ്പം ആദ്യം നമുക്ക് തീറ്റ എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്? 90 ഡിഗ്രി ആണ്. അപ്പോഴത്തേക്ക് ഡിഗ്രിയെ റേഡിയനിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും നമുക്ക്? ഡിഗ്രിയെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ യു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 5/180. ഡിഗ്രിയെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആ ഡിഗ്രിയിൽ ഇരിക്കുന്ന വാല്യൂവിനെ 5/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റേഡിയൻ ആവും. അതുപോലെ റേഡിയനിൽ ഇരിക്കുന്ന ഒരു ക്വാണ്ടിറ്റി ആണെന്ന് വിചാരിക്കുക.
അതിനെ എനിക്ക് ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 180/π. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഡിഗ്രിയെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ യു മൾട്ടിപ്ലൈ ദ ഡിഗ്രി വാല്യൂ വിത്ത് π/180. ഇഫ് യു വാണ്ട് ടു കൺവേർട്ട് എ റേഡിയൻ ക്വാണ്ടിറ്റി ടു എ ഡിഗ്രി, യു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 180/π. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഡിഗ്രിയിലാണ് തന്നിരിക്കുന്നത്. ഇതിനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ വാട്ട് വിൽ ഡു? വിൽ മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് π/180 ഡിഗ്രി. സോ ഇവിടെ എത്ര കിട്ടും? 90, 180, 2. സോ ഇറ്റ് ഇസ് π/2. π/2 റേഡിയൻ. π/2 റേഡിയൻ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാം സെറ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. സോ n is equal to k into theta divided by b into I into a. ഓക്കെ, ഇനി കെയുടെ വാല്യൂ എത്രയായിരുന്നു? 0.14 into 10⁻⁻6 അല്ലേ? So you can substitute the values here. That is 0.14 into 10⁻⁻6 കെയുടെ വാല്യൂ into π/2. ന്യൂമറേറ്ററിന്റെ ടേംസ് എല്ലാം കംപ്ലീറ്റ് ആയി. ഡിനോമിനേറ്ററിൽ ബിയുടെ വാല്യൂ എത്രയായിരുന്നു? 1.2 അല്ലേ? 1.8. 1.8 into 10⁻⁻3. So ബിയുടെ വാല്യൂ 1.8 into 10⁻⁻3. ടെസ്ലയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല യൂണിറ്റിന്. ഇവിടെ ന്യൂട്ടൺ മീറ്റർ പെർ റേഡിയൻ ആയിരുന്നു. റേഡിയൻ ആക്കി നമ്മൾ ഡിനോമിനേറ്ററിൽ എത്തുമ്പോൾ ബി എന്ന് പറയുന്നത് ടെസ്ലയിലായിരുന്നു യൂണിറ്റ്. സോ ബി ഇൻറ്റു കറണ്ട് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? ഇറ്റ് ഇസ് 5 മില്ലി ആംപിയർ അല്ലെ? 5 മില്ലി ആംസ് ആണ്. അപ്പം അതിനെ ആംസിലോട്ട്, മില്ലി ആംസിനെ ആംസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. മില്ലി ആംസിനെ ആംസിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇറ്റ് ഇസ് 10⁻⁻3. അപ്പൊ 5 into 10⁻⁻3. സോ ദാറ്റ് ബിക്കംസ് ഐയുടെ വാല്യൂ ആയി. ഏരിയയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 180 into 10⁻⁻6 അല്ലെ? ഞാനിത് ഓരോ ടേംസും മാപ്പ് ചെയ്യുകയാണ്. കെ എന്ന് പറയുന്നത് 0.14 into 10⁻⁻6. തീറ്റ എന്ന് പറയുന്നത് π/2 നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത്. ഓക്കെ, ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 1.8 into 10⁻⁻3 എന്നുള്ളത്. കറണ്ട് ഐയുടെ വാല്യൂ 5 മില്ലി ആംസ് എന്നാണ് തന്നിരിക്കുന്നത്. സോ മില്ലി ആംസിനെ ആംസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 10⁻⁻3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കറണ്ട് എ എന്ന് പറയുന്ന, കറണ്ട് അല്ലല്ലോ, ഏരിയ എന്ന് പറയുന്നത് 180 into 10⁻⁻6. അത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ if you multiply it and find the answer, you will get n is equal to എത്ര കിട്ടും? നിങ്ങളത് കാൽക്കുലേറ്ററിൽ ഒന്ന് ചെയ്തു നോക്കിക്കേ. സോ ഇറ്റ് ഈസ്, ഞാനത് റഫായിട്ട് ചെയ്ത് നോക്കാം. 0.14 into 10⁻⁻6. പൈ എന്ന് പറയുന്നത് 3.14 divided by 2, that is 1.57 divided by 1.8 into 5 into 180 into പവർ എല്ലാം കൂടെ ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ 10⁻⁻6, 10⁻⁻12. So it becomes 0.14 into 1.57 divided by ഇതെന്ന് പറയുന്നത് എത്രയാണ്? 1.8 into 5 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 9 അല്ലെ? 9 into 180 into 10⁻⁻12. ഇവിടെ 10⁻⁻6. So it becomes 0.14 into 1.57 divided by 9 into 180 into 10⁻⁻6. ഇത് എത്രയാണ്? കാൽക്കുലേറ്ററിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ. 0.14 into 1.57 divided by 9 into 180. You will be roughly getting the value as 135.67. Okay, n-ന്റെ വാല്യൂ 135.67 എന്ന് കിട്ടും. ഓക്കെ, സോ ഇത് നമ്പർ ഓഫ് ടേൺസ് ആണ് അല്ലേ? നമ്പർ ഓഫ് ടേൺസ് ആണ്. നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുമ്പോഴത്തേക്കും
ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. സോ യു ക്യാൻ സേ ദ നമ്പർ ഓഫ് ടേൺസ് is approximately 136. Okay, number of turns is approximately 136. അപ്പോൾ ഇതാണ് ഇതിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് ഇറ്റ്. ഇത് നിങ്ങൾ അടുത്ത സെക്ഷനിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കില്ലെങ്കിൽ യു വിൽ നോട്ട് ലേൺ ദിസ് അറ്റ് എനി കോസ്റ്റ്. ഓക്കെ, സോ എപ്പോഴും നിങ്ങൾ പ്രോബ്ലം ചെയ്ത് പഠിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. സോ യു ഡു ഇറ്റ് ഓൺ യുവർ ഓൺ, കമ്പയർ വിത്ത് ദ സൊല്യൂഷൻ ദാറ്റ് ഐ എം discussing here. So if you have any corrections or whatever, you make that one and study it. Okay, so last പാർട്ടിലോട്ട് പോകാം. അതിൽ അപ്പൊ നമ്മൾ 5 മില്ലി ആംപിയർ ഫ്ലോ ചെയ്യുമ്പോൾ 90 ഡിഗ്രി ഡിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ടേൺസ് എന്നുള്ളത് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അടുത്ത് ഓൾസോ ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ വെൻ എ കറണ്ട് ഓഫ് 2.5 മില്ലി ആംപിയർ ഈസ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. അപ്പം നമ്മൾ ഇപ്പം കണ്ടുപിടിച്ച ഡേറ്റയെ ബേസ് ചെയ്ത് ഈ 5 മില്ലി ആംപിയറിന് പകരം 2.5 മില്ലി ആംപിയർ ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ വാട്ട് വിൽ ബി ദി ഡിഫ്ലക്ഷൻ, അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, so that we'll do. So part 2 ഇതില് part 2 എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ നമുക്കറിയത്തില്ല, ഡിഫ്ലക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. എപ്പോഴുള്ളത് കറണ്ട് എന്ന് പറയുന്നത് 2.5 മില്ലി ആംപിയർ ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്പർ ഓഫ് ടേൺസിന് മുമ്പായിട്ട് എഴുതിയ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ ഇവിടെ, ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഈ ഇക്വേഷൻ k theta is equal to bina, tc equal to td substitute ചെയ്ത് കിട്ടിയ. So we will take that equation. That is tc is equal to td. tc എന്ന് പറയുന്നത് സ്പ്രിംഗ് കൺട്രോൾ ആയതുകൊണ്ട് k into theta, td എന്ന് പറയുന്നത് ഒരു PMMC ഇൻസ്ട്രുമെന്റിന് ഇറ്റ് ഈസ് BINA, ബിന. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തീറ്റയല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ തീറ്റ ഇസ് ഈക്വൽ ടു ബിന ബൈ കെ അല്ലേ. സോ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തീറ്റ ഇസ് ഈക്വൽ ടു ബിയുടെ വാല്യൂ എത്രയായിരുന്നു? 1.8 ഇൻറ്റു 10⁻³ ടെസ്ല ഇൻറ്റു കറണ്ട് എത്രയാണ് തന്നിരിക്കുന്നത്? ഇപ്പൊ എത്ര കറണ്ടിനുള്ള ഡിഫ്ലക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്? ഇറ്റ് ഇസ് 2.5 മില്ലി ആംപിയർ. സോ 2.5 ഇൻറ്റു മില്ലി ആംസ് ആണ്, അതിനെ ആംസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. എത്രയാണ്? 136. അതായത് പാർട്ട് 1 നമ്മൾ ചെയ്തില്ലേ, പാർട്ട് 1 136 എന്ന് കാൽക്കുലേറ്റ് ചെയ്തത്. സോ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് നമ്പർ ഓഫ് ടേൺസ് as 136. okay, and area already calculated ആണ് 180 into 10⁻⁻6. so b യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, i യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമ്പർ ഓഫ് ടേൺസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഏരിയ എയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡിവൈഡഡ് ബൈ k യുടെ വാല്യൂ എത്രയാണ്? കെയുടെ വാല്യൂ എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? 0.14 ഇൻറ്റു 10⁻⁻6. 0.14 ഇൻറ്റു 10⁻⁻6. അപ്പം ഇതിന്റെ ആൻസർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ. സോ ഐ വിൽ കാൽക്കുലേറ്റ് ഇറ്റ് മൈ മെത്തേഡ്. ലെറ്റ് മീ സീ. 10⁻⁻6 10⁻⁻6 ക്യാൻസൽ ചെയ്ത് പോയി. So what we are having here is 1.8 into 2.5 into 136 into 180 into 10⁻⁻6 divided by 0.14. Okay. ഇതിനെ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. 1.8 into 2.5 into 136 into 180 divided by 0.14 into 10⁻⁻6.
So you will be getting something, some value like this, 0.7868. Okay, you check it out, guys. ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ. ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ. ഓക്കെ, സോ ഇതിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. സോ വാട്ട് വിൽ ബി ദ യൂണിറ്റ് ഓഫ് തീറ്റ ഹിയർ? തീറ്റ 0.7868 കിട്ടി. വാട്ട് വിൽ ബി ദ യൂണിറ്റ്? തീറ്റ എന്ന് പറയുമ്പോൾ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ആണല്ലോ. ഇതിന് രണ്ട് യൂണിറ്റ് വരാൻ ചാൻസ് ഉള്ള. ഇറ്റ് വിൽ ബി ഐദർ ഡിഗ്രി ഓർ റേഡിയൻ. ഏതായിരിക്കും? ഏതായിരിക്കും? സോ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കെയുടെ വാല്യൂ ഉണ്ടല്ലോ, 0.14 into 10⁻⁻6. ഇതിന്റെ യൂണിറ്റ് എന്താണ്? ഇറ്റ് ഈസ് ന്യൂട്ടൺ മീറ്റർ പെർ റേഡിയൻ, അല്ലേ? സോ ഇത് ന്യൂട്ടൺ മീറ്റർ പെർ റേഡിയൻ ആണെങ്കിൽ ആൻസറും റേഡിയനിൽ തന്നെ ആയിരിക്കും. സോ ഇറ്റ് ഈസ് 0.7868 റേഡിയൻ. ഓക്കെ, റേഡിയനിലാണ് ഇവിടെ വരുന്നത്. എന്തുകൊണ്ടാണ് റേഡിയനിൽ വന്നത്? ബിക്കോസ് the value or the unit of k that we substituted in the equation was having the unit Newton meter per radian ആയിരുന്നു. ഇവിടെ കെയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ പെർ റേഡിയൻ ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ തീറ്റ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ റേഡിയനിൽ കിട്ടുന്നത്. സോ നൗ യു ഗോട്ട് ദ ആൻസർ ആസ് ആംഗിൾ ഓഫ് deflection. Angle of deflection theta is equal to 0.7868 radian. അതാണ് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ. ഇനി എനിക്കിത് എത്ര ഡിഗ്രി ആണെന്ന് അറിയണം. എത്ര ഡിഗ്രിയിലാണ്? കാരണം നമുക്ക് പാർട്ട് എയിൽ ഓർമ്മയുണ്ടല്ലോ, തീറ്റ 90 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോഴ് 2.5 മില്ലി ആംപിയർ ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും എത്ര ഡിഗ്രി ആണെന്ന് അറിയണം. സോ വി ക്യാൻ കൺവേർട്ട് ദ റേഡിയൻ ഇൻറ്റു ഡിഗ്രി. റേഡിയനെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം നമ്മൾ? യു ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 180 by pi. സോ 0.7868 ഇൻറ്റു എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 180 ഡിവൈഡഡ് ബൈ പൈ. ഇപ്പോഴും നമുക്ക് കിട്ടുന്ന ആൻസർ എന്തിലായിരിക്കും? ഇറ്റ് വിൽ ബി ഓൺ ഡിഗ്രി. If you calculate it, you will be roughly getting somewhere around 45 degree. Check it out, guys. Calculate it. 0.7868 into 180 divided by pi. It will be 45.08. So you can take it as theta as 45 degree. Okay. So 45 degree ആണ് ആൻസർ. ഓക്കെ, സോ നിങ്ങൾ ഇതുവരെ നമ്മൾ ചെയ്ത സൊല്യൂഷന് ഒന്ന് ഓടിച്ചു നോക്കുക. ഓക്കെ, സോ യു ഹാവ് ടു, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് നോക്കാം. സോ സമ്മറി, ഈ പ്രോബ്ലത്തിൽ നിന്നുള്ള സമ്മറി എന്താണ്? ഓക്കെ, തീറ്റയുടെ യൂണിറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? കെയുടെ യൂണിറ്റിനെ ആയിരിക്കും. തീറ്റയുടെ യൂണിറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കെയുടെ യൂണിറ്റിനായിരിക്കും. ന്യൂട്ടൺ മീറ്റർ പെർ റേഡിയൻ ആണ് കെ എങ്കിൽ തീറ്റ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും തീറ്റ എന്തിലായിരിക്കും? റേഡിയനിലായിരിക്കും. സപ്പോസ് ഇത് ന്യൂട്ടൺ മീറ്റർ പെർ ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് ഡിഗ്രിയിലായിരിക്കും. ഓക്കെ, ഇതാണ് ഒരു കേസ്. ഇനി രണ്ടാമത്തത്, നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടിയ ആൻസറുകളെ ഒന്ന് നോക്കാം. സി, ഫസ്റ്റ് പാർട്ടിൽ എന്തായിരുന്നു? കറണ്ടിന്റെ വാല്യൂ എത്രയായിരുന്നു? കറണ്ട് ഡിഫ്ലക്ഷൻ, കറണ്ട് എത്രയായിരുന്നു? ഫസ്റ്റ് പാർട്ടിലെ കറണ്ട് ഇറ്റ് വാസ് 5 മില്ലി ആംപിയർ, അല്ലെ? 5 മില്ലി ആംപിയർ ആയിരുന്നപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരുന്നത് എന്തായിരുന്നു? ഇത് 90 ഡിഗ്രിയാണ് ഡിഫ്ലക്ഷൻ തരുന്നതെന്ന്, അല്ലെ? Then
രണ്ടാമത്തെ കേസിൽ വന്നപ്പോഴത്തേക്കും 2.5 mA ആയിരുന്നു അല്ലേ? അപ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടിയ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എത്രയായിരുന്നു? 45 ഡിഗ്രി. ഇനി സപ്പോസ് ഞാൻ പറയുകയാണ് ഇറ്റ് ഈസ് 1.25 mA ആണെന്ന് വിചാരിക്കുക കറണ്ടിന്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും? നിങ്ങൾക്ക് ഇത് വെച്ച് കമ്പയർ ചെയ്ത് പറയാൻ പറ്റുമോ? ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി 22.5 ഡിഗ്രി. ഓക്കെ, ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? നിങ്ങൾ PMMC ഇൻസ്ട്രുമെന്റ് ഞാൻ പഠിപ്പിച്ചപ്പോഴത്തേക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തീറ്റ എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു ഐ ആണെന്ന് പറഞ്ഞു. ഈ ടൈപ്പ് റിലേഷനെ എന്ത് പേരാ ഞാൻ പറഞ്ഞെന്ന് നിങ്ങളുടെ അടുത്ത്? ലീനിയർ റിലേഷൻഷിപ്പ്. ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരുമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇത് y ആക്സിസിൽ ഞാൻ തീറ്റയും x ആക്സിസിൽ ഐയും എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഗ്രാഫ് തീറ്റ വേഴ്സസ് ഐയുടെ ഗ്രാഫ് എന്ന് പറയുന്നത് സോ തീറ്റ വേഴ്സസ് ഐയുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ. അതായത് ഇപ്പം തീറ്റ ഐയുടെ വാല്യൂ ഞാൻ 2 യൂണിറ്റ് മാറിക്കഴിഞ്ഞാൽ തീറ്റയുടെ വാല്യൂ 4 യൂണിറ്റ് മാറും എന്ന് വിചാരിക്കുക. ഞാനൊരു റാൻഡം ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. 2ന് 4 കിട്ടി. അങ്ങനെയാണെങ്കിൽ 4ന് എത്ര കിട്ടും? അതായത് ഇതിന്റെ ഇരട്ടിയാവും, ഡബിൾ ആവും അല്ലെ? അപ്പൊ 4 വരുമ്പം 8 ആയിരിക്കും. ഇത് സപ്പോസ് 8 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 16 ആയിരിക്കും. ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, y ഈസ് ഈക്വൽ ടു mx പ്ലസ് c അല്ലേ? ഇതൊരു ലീനിയർ ഗ്രാഫിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ ഈ c എന്ന് പറയുന്ന സാധനം 0 ആയി കഴിഞ്ഞാൽ, c എന്ന് പറയുന്ന വാല്യൂ 0 ആയി കഴിഞ്ഞാൽ y ഈസ് ഈക്വൽ ടു mx എന്ന് പറയും. y ഈക്വൽ ടു mxന്റെ ഗ്രാഫാണ് ഇത്. ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇറ്റ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ. ഓക്കെ, സോ സെയിം മെത്തേഡ്. അതായത് ഞാൻ ഇവിടെ m എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് അല്ലേ? ഇപ്പൊ ഞാൻ കോൺസ്റ്റന്റിനെ മാറ്റിയിട്ട് എനിക്ക് വേണമെങ്കിൽ y പ്രപ്പോർഷണൽ ടു x എന്ന് എനിക്ക് എഴുതിക്കൂടെ? y പ്രപ്പോർഷണൽ ടു x. അതേ റിലേഷൻ തന്നെയല്ലേ ഞാൻ ഇവിടെ എഴുതിക്കുന്നത്, തീറ്റ പ്രപ്പോർഷണൽ ടു ഐ എന്നുള്ളത്. ഇതിന്റെ മീനിങ് ഇറ്റ് ഇസ് എ ലീനിയർ റിലേഷൻഷിപ്പ്. അപ്പൊ നമ്മള് ഐയുടെ വാല്യൂ ഒരു നിശ്ചിത അളവിൽ മാറ്റിക്കഴിഞ്ഞാൽ അതേ അളവില് അല്ലെങ്കിൽ അതിന് അനുപാതികമായിട്ടായിരിക്കും തീറ്റയുടെ വാല്യൂ വരുന്നത്. നിങ്ങൾ ഇവിടെ നോക്കിയേ, 5 എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് ഡിഫ്ലക്ഷൻ, 5 mA. അപ്പൊ ഞാൻ ഇവിടെ കറണ്ടിനെ പകുതിയാക്കി അല്ലെ, ഹാഫ് ആക്കി. ഇപ്പൊ 2.5 mA കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിന്റെ ഒരു മെത്തേഡ് വെച്ച് ലീനിയർ റിലേഷൻ ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ ഡിഫ്ലക്ഷനും നേരെ പകുതിയിലോട്ട് മാറും. അപ്പൊ എത്ര കിട്ടും? 45 ഡിഗ്രി കിട്ടും. ഇനി ഇവിടെ നിന്ന് 5 mA നിന്ന് 1.25 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ 4/1 ഇതെടുത്തു. സോ 5 × 1/4 ആണ് 1.25. അപ്പം ഇവിടെ 1/4 ആക്കിയെങ്കിൽ ഇവിടത്തെ ഡിഫ്ലക്ഷനും എത്രയാകും? 1/4 ആകും. ഓക്കെ, അപ്പം ഇതാണ് ഒരു PMMC ഇൻസ്ട്രുമെന്റിന്റെ ഒരു മോഡ് ഓഫ് വർക്കിംഗ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ലീനിയർ ആണ്, അതുകൊണ്ട് നമുക്ക് ഒരു സെറ്റ് ഓഫ് വാല്യൂയിലുള്ള കറണ്ടും ഡിഫ്ലക്ഷനും അറിയാമെങ്കിൽ നമുക്ക് വേറെ ഏത് വാല്യൂ ഓഫ് കറണ്ടിലുള്ള ഡിഫ്ലക്ഷനും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, 5ന് 90 ആണെങ്കിൽ 2.5 നേരെ പകുതി എടുക്കുക. 5
1.25, അതായത് 4:1 അപ്പോഴത്തേക്കും ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷനും 4:1, 90/4, ദാറ്റ് ഈസ് 22.5. സോ അത്രയ്ക്ക് ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഹോപ്പ് യു ഗൈസ് ഹാവ് അണ്ടർസ്റ്റുഡ് എവറിത്തിങ്. ഓക്കെ, സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, സോ നിങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ നോക്കുക. If you have any doubts or something, you can comment it on our discussion forum in classroom. അത് നിങ്ങൾ ചെയ്യുക and give your feedback. Okay, so next is a quiz for you for today's attendance. So the quiz is something like this. ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രോബ്ലം വെച്ച് you will be able to identify the answer very easily. So this is the question for the day. In a PMMC instrument, when a current of 6 milliampere is flowing, the angle of deflection is 90 degree. For a current of 1.5 milliampere, the angle of deflection will be. Okay, so you can comment your option in YouTube comment section. So you have some 10 seconds or 15. I think it is some 15 seconds has been arranged. So 15 seconds samayam, you calculate it and comment your answer in YouTube comment section. So your options are 90 degree, B 60 degree, C 45 degree, and D 22.5 degree. And your time starts now. Okay, so your time is up. I hope you guys have answered the question. See, എനിക്കിത് നോക്കിയിട്ട് ജസ്റ്റ് പറയാൻ പറ്റും 6 മില്ലി ആംപിയറിന് 90 ഡിഗ്രി ആണ് അല്ലേ. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാണ്? 1.5 മില്ലി ആംപിയർ. അപ്പൊ 6നെ 1.5 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യു ഡിവൈഡ് ഇറ്റ് വിത്ത് 4. അപ്പൊ 90, അപ്പൊ 6ന് 90 ആണെങ്കിൽ 6ന്റെ 1/4 കറണ്ട് 1.5 മില്ലി ആംപിയർ ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും ഡിഫ്ലക്ഷനും എന്തായിരിക്കും? 1/4 ആവും. അപ്പൊ 90യുടെ 1/4 എത്രയാണ്? 22.5. So the answer is 22.5. D is the right answer. So that's it for this week. So നിങ്ങളുടെ ഈ ആഴ്ചത്തേക്കുള്ള മെഷർമെന്റ്സിന്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഇതോടുകൂടി കഴിയുകയാണ്. സോ നമ്മൾ നെക്സ്റ്റ് വീക്ക് തൊട്ട് ഒരു അടുത്ത ടോപ്പിക്കിലോട്ട് മൂവ് ചെയ്യും, തിയറി പോർഷനിലോട്ട് മൂവ് ചെയ്യും. അവിടെ നമുക്ക് 2-3 പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ കാണും. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നോർമലി എക്സാമിന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, സോ ഞാൻ ജനറലായിട്ട് പറയുകയാണ്, നിങ്ങൾ ആ ആഴ്ചയിലുള്ള ഏത് സബ്ജക്റ്റ് ആയാലും ശരി അത് റെഗുലറായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. ഓക്കെ, നിങ്ങൾ ഇപ്പം പഠിപ്പിക്കുന്ന രീതിയിലൊക്കെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിടെക്കിന് പോകണമെന്ന് താല്പര്യമുള്ളവർക്ക് ലെറ്റൊക്കെ എഴുതാനായിരിക്കും നല്ല എളുപ്പമായിരിക്കും. ഞാൻ കഴിവതും നിങ്ങൾക്ക് ഈ തരുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനൊക്കെ പഴയ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിനൊക്കെ നടന്ന എക്സാംസിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടാണ് തരുന്നത്. ഓക്കെ, സോ യൂട്ടിലൈസ് ഇറ്റ് വെരി വെൽ. ധാരാളം ഓപ്പർച്യൂണിറ്റീസ് വരും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വെൽ എക്യുപ്ഡ് അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ സെലക്ഷനിലോട്ട് എത്തിപ്പെടാൻ പറ്റിയെന്ന് വരത്തില്ല. ഓക്കെ, ഇത് കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്തു പോകുന്നത്. സോ ഇറ്റ്സ് ഫോർ യുവർ ബെനിഫിറ്റ്. യൂട്ടിലൈസ് ഇറ്റ് വെരി വെൽ. Okay, so thank you and see you in next week. Bye. Stay safe.